ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിനെ വിറപ്പിച്ച ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. വെറുമൊരു മിത്തോ നാടോടി കഥയോ അല്ല ഇത്. ചരിത്രരേഖകളിൽ ബീസ്റ്റ് ഓഫ് ഗവേഡിയൻ എന്ന് രേഖപ്പെടുത്തിയ ഒരു ഭീകര ജീവിയുടെ യഥാർത്ഥ ചരിത്രമാണ്. 100-ലധികം സ്ത്രീകളെയും കുട്ടികളെയും മൃഗീയമായി കൊലപ്പെടുത്തിയ ഈ ജീവി എന്തായിരുന്നു എന്നത് ഇന്നും ലോകത്തിനൊരു നിഗൂഢതയാണ്. ഈ സിനിമയുടെ പേര് ബ്രദർഹുഡ് ഓഫ് ദ വുൾഫ്. ഗ്രാമവാസികൾ കടുത്ത ഭീതിയിലായിരുന്നു. അവർ ഇതിനെ വെറും ഒരു മൃഗമായല്ല കണ്ടത്, മറിച്ച് ദൈവകോപത്താൽ വന്ന ഒരു പിശാചായാണ്. തങ്ങളുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയായി ദൈവം അയച്ച ഒരു ഭീകര ജീവി. ഈ നരനായകന് അറുതി വരുത്താൻ ഫ്രഞ്ച് രാജാവ് തന്റെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായ ഫ്രോൺസാക്കിനെയും അയാളുടെ സുഹൃത്ത് മണിയെയും അവിടേക്ക് അയക്കുന്നു. ഗ്രാമത്തിലെത്തിയ ഫ്രോൺസാക്ക് ആദ്യം ചെയ്തത് കൊല്ലപ്പെട്ട ഒരു ഇരയുടെ മൃതദേഹം ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ്. ആ മുറിവുകൾ കണ്ട് ഫ്രോൺസാക്ക് സ്തംഭിച്ചുപോയി. സാധാരണ ഒരു ചെന്നായയേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള താടിയല്ലുകൾ, ഉരുക്കിനേക്കാൾ മൂർച്ചയുള്ള നഖങ്ങൾ. ഇതിനിടയിലാണ് മുറിവുകൾക്ക് ചുറ്റും കാണപ്പെട്ട നിഗൂഢമായ ലോഹത്തിന്റെ അംശങ്ങൾ ഫ്രോൺസാക്ക് കാണുന്നത്. ഇതൊരു ചെന്നായയല്ല, പ്രകൃതിയിൽ ഇങ്ങനൊരു ജീവി ഉണ്ടാകാൻ വഴിയില്ല, ഫ്രോൺസാക്ക് പതുക്കെ മണിയോട് പറഞ്ഞു. മുറിവുകൾക്ക് ചുറ്റുമുള്ള ലോകത്തരികൾ ഫ്രോൺസാക്കിൽ വലിയ സംശയങ്ങൾ ജനിപ്പിച്ചു. അതിന് പിന്നിൽ അജ്ഞാതമായ മറ്റെന്തോ ഉണ്ടെന്നും അയാൾക്ക് തോന്നി തുടങ്ങുന്നു. അന്വേഷണത്തിനിടയിൽ ഗ്രാമത്തിലെ പ്രഭുക്കന്മാർ ഒരു വലിയ വിരുന്നൊരുക്കി. അവിടെ വെച്ചാണ് ഫ്രോൺസാക്ക് മനോഹരിയായ മറിയയെ ആദ്യമായി കാണുന്നത്. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നിറഞ്ഞ ആ വലിയ ഹാളിൽ വെച്ച് അവർ ആദ്യമായി സംസാരിച്ചു. അവർ പതുക്കെ അടുക്കാൻ തുടങ്ങി. എന്നാൽ ആ ഹാളിന്റെ ഒരു ഇരുണ്ട മൂലയിൽ നിന്ന് അവരെ വെറുപ്പോടെ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു. മറിയയുടെ സഹോദരൻ ജീൻ. ഒരു കൈ നഷ്ടപ്പെട്ട നിഗൂഢമായ പെരുമാറ്റമുള്ള ജീനിന് ഫ്രോൺസാക്കിനെ കണ്ട നിമിഷം മുതൽ ഒരു ശത്രുവിനെ പോലെയാണ് തോന്നിയത്. അതേപോലെ വിരുന്ന് കഴിഞ്ഞപ്പോൾ ഫ്രോൺസാക്കിനും മണിക്കും പ്രഭുക്കന്മാർക്കിടയിലുള്ള ചിലർ എന്തോ ഒരു രഹസ്യം ഒളിപ്പിക്കുന്നത് പോലെ തോന്നി. രാജാവിന്റെ പെട്ടാളം സാധാരണ ചെന്നായ്ക്കളെ കൊന്നു തള്ളുകയാണ്. എന്നാൽ യഥാർത്ഥ ജീവി വളരെ കൃത്യതയോടെ തന്റെ വേട്ട തുറന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മണിയും ഫ്രോൺസാക്കും നേരിട്ട് വേട്ടയ്ക്കിറങ്ങിയെങ്കിലും ആ ജീവിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ഫ്രോൺസാക്കും മറിയയും തങ്ങളുടെ പ്രണയം മറ്റാരും അറിയാതിരിക്കാൻ കാട്ടിനുള്ളിലെ ഒറ്റപ്പെട്ടൊരു ഹണ്ടിംഗ് ലോഡ്ജിൽ രഹസ്യമായി കണ്ടുമുട്ടുന്നു. എന്നാൽ ആ റൊമാൻറ്റിക് നിമിഷങ്ങളെ തകർത്തുകൊണ്ട് അപ്രതീക്ഷിതമായി ആ ജീവി വാതിൽ തകർത്ത് അകത്തേക്ക് ഇരച്ചു കയറി. ഫ്രോൺസാക്ക് ആദ്യമായി ആ ഭീകര രൂപത്തെ നേരിൽ കാണുന്നത് അവിടെ വെച്ചാണ്. അതിന്റെ ശരീരം കറുത്ത കവചങ്ങളാൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹ പരിശോധനയ്ക്കിടയിൽ കണ്ട ആ ചെറിയ ലോകത്തരികൾ ഇപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. പാഞ്ഞെടുത്ത ആ ജീവി മറിയയെ കണ്ടതും പെട്ടെന്ന് നിശ്ചലമായി. വന്യമായി അലറിക്കൊണ്ടിരുന്ന ആ മൃഗം ഒരു നിമിഷം ശാന്തമായി അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ പതുക്കെ പിന്തിരിഞ്ഞ് ഇരുട്ടിലേക്ക് മറഞ്ഞു. ഫ്രോൺസാക്ക് സ്തംഭിച്ചുപോയി. ആ ജീവി അവളെ തിരിച്ചറിയുന്നു. ഫ്രോൺസാക്ക് ഉറപ്പിച്ചു. ലോകത്തരികൾ നൽകിയ സംശയം ഇപ്പോൾ കൂടുതൽ ശക്തമായി. ആരോ ഈ മൃഗത്തെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ അതാരാണ്? എന്തിനു വേണ്ടിയാണ് അവർ ഇത്രയും ഭീകരമായ ഒരു ജീവിയെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഫ്രോൺസാക്കിനെ വേട്ടയാടാൻ തുടങ്ങി. ഫ്രോൺസാക്കിന്റെ അന്വേഷണങ്ങൾ ഗ്രാമത്തിലെ പ്രബലരായ പ്രഭുക്കന്മാർക്കിടയിലുള്ള ബ്രദർഹുഡ് എന്ന രഹസ്യ സംഘടനയിലേക്കാണ് എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടിയത്. ജീവിയെ നേരിട്ട് പിടികൂടാൻ ഫ്രോൺസാക്കും മണിയും ചേർന്ന് കാടിനുള്ളിൽ ഒരു കെണിയൊരുക്കി. മിന്നൽ വേഗത്തിൽ ആ ഭീകരരൂപം കെണിയിൽ വന്ന് വീഴുന്നു. പോരാട്ടത്തിൽ അതിന് മാരകമായി പരിക്കേൽക്കുന്നു. വേദനയാൽ അലറിക്കൊണ്ട് ആ മൃഗം രക്തം ചിന്തിക്കൊണ്ട് ഗുഹയിലേക്ക് ഓടിപ്പോകുന്നു. രക്തത്തുള്ളികൾ പിന്തുടർന്ന് മണി ഒറ്റയ്ക്ക് അതിന്റെ ഗുഹയിലെത്തി. അവിടെ വെച്ച് അയാൾ ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടു. എന്നാൽ സത്യം പുറലോകം അറിയുന്നതിന് മുൻപ് ഇരുട്ടിൽ ഒളിച്ചിരുന്ന ബ്രദർഹുഡിന്റെ പോരാളികൾ മണിയെ വളഞ്ഞു. 10ഓളം പേരോട് മണി ധീരമായി പൊരുതിയെങ്കിലും ചതിയിലൂടെ അവർ ആ പോരാളിയെ കൊലപ്പെടുത്തി. മൃതദേഹം കാട്ടിൽ ഉപേക്ഷിച്ചു. തന്റെ പ്രിയ സുഹൃത്തിന്റെ മൃതദേഹം കണ്ട് തകർന്ന ഫ്രോൺസാക്ക് പ്രതികാരത്തിൽ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ചതിയിലൂടെ അയാൾ ജയിലിലടക്കപ്പെടുന്നു. ഇപ്പോൾ മണി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഫ്രോൺസാക്ക് ആകട്ടെ ഒരു ഇരുട്ടറയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബ്രദർഹുഡിന്റെ പദ്ധതികൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ആ ഗ്രാമത്തെ പൂർണ്ണമായും ഭീതിയിലാക്കാൻ ആ ഭീകരജീവി അതിന്റെ അവസാനത്തെ ഏറ്റവും ക്രൂരമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. ഫ്രോൺസാക്കിന് അതിനെ തടയാനാകുമോ? ഫ്രോൺസാക്കിന്റെ പ്രതികാരം എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി.